അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി രണ്ടാം എപ്പിസോഡ്. അക്ഷരങ്ങൾ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വായിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഒരക്ഷരം ഒരു നിറത്തിൽ തന്നിട്ടുണ്ടാകും. ആ നിറത്തിൽ ശേഷം വരുന്ന അക്ഷരത്തിൽ കാണുകയാണെങ്കിൽ തൊട്ടു മുമ്പ് തന്ന അക്ഷരമായിരിക്കും അത്. ഉദാഹരണത്തിന് ആദ്യം അലിഫ് എന്നത് ബ്ലാക്ക് നിറത്തിലാണ് കൊടുത്തത്. ശേഷം വന്ന അക്ഷരത്തിൽ ലാമ്, അതിന് ശേഷം ബ്ലാക്ക് നിറത്തിൽ ഒരു വര കണ്ടോ, അത് അലിഫാണ്. അതെങ്ങനെ മനസ്സിലാകും? തൊട്ട് മുമ്പ് ബ്ലാക്ക് നിറത്തിൽ ഏതാണ് അക്ഷരമുള്ളത് എന്ന് നോക്കിയാൽ മതി. രണ്ടാം കോളത്തിൽ ലാമ് എന്നുള്ളത് റെഡ് നിറത്തിലാണ് കാണാൻ സാധിക്കുക. ഇനി ശേഷം വരുന്ന ലെറ്റേഴ്സിൽ റെഡ് നിറം കാണുന്നുണ്ടെങ്കിൽ അത് ലാമായിരിക്കും. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം അലിഫ്, രണ്ടാമത് ലാക്ക് നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ്, മൂന്നാമത്തെ കള്ളിയിൽ ലാമും അലിഫും കണ്ടോ. അതെങ്ങനെ മനസ്സിലാവുക? റെഡ് നിറത്തിലുള്ളത് ലാമാണ്. ശേഷം അതിനോടൊപ്പം തന്നെ അലിഫ്, അതെങ്ങനെ മനസ്സിലായി? ബ്ലാക്ക് കളറായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നത്തെ ഹർഫ് നാലാമത്തെ കള്ളിയിലുള്ളത് ബാ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ബാ എന്നുള്ളത് ഗ്രീൻ നിറത്തിലാണ്. അതിനോടൊപ്പം തന്നെ അലിഫുണ്ട് ബ്ലാക്ക് നിറത്തിൽ. അങ്ങനെ മനസ്സിലാക്കാം. അഞ്ചാം കള്ളിയിൽ റെഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലാമിനാണ്. അപ്പം ലാമും ബ്ലാക്കും, അതായത് അലിഫും. അപ്പം ലാ. ശേഷമുള്ളത് ലാം, അക്ഷരം മാത്രമുള്ളതാണ്. ഇനി രണ്ടാം കോളത്തിലേക്ക്, അതായത് രണ്ടാം വരിയിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ് ലാമാണത്. പിന്നെ അലിഫ്, അതെങ്ങനെ മനസ്സിലാക്കുക? അലിഫ് എന്നുള്ള ലെറ്റർ ബ്ലാക്കിലാണ് ഉപയോഗിച്ചത്. പിന്നെ അതിന് ശേഷമുള്ളത് റെഡാണ്, അതെന്താ ഇപ്പോൾ ലാമാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഹാ ചേർത്ത്. പിന്നെ അടുത്തതിൽ ലാമും അലിഫും, റെഡും ബ്ലാക്കും. പിന്നെ അടുത്തതിൽ ബാ, ലാമ്, ബാ, ഗ്രീന്, റെഡ്, ഗ്രീന്. അടുത്ത അക്ഷരം കാഫ്. ഇനി ഉള്ള റെഡൊക്കെ കാഫായിരിക്കും. കാഫ്. പിന്നെ കാഫ് ബാ, കാഫ് ബാ, കാഫ് അലിഫ്, കാഫ് അലിഫ്. ശ്രദ്ധിച്ചോ? ബാ, കാഫ്, ത. ഇനി ബ്ലൂ നിറത്തിൽ വരുന്നതൊക്കെ ത ആയിരിക്കും. അടുത്ത നോക്ക്, ത, കാഫ്, സ. നാലാമത്തെ വരിയിൽ നോക്ക്, ബാ, ത, സ, നൂന്, യാ, ബാ. അതെങ്ങനെ? ബാ പ്ലസ് അലിഫ്. അടുത്ത അഞ്ചാമത്തെ കള്ളിയിൽ നോക്ക്, നാ, നൂന്, അലിഫ്. അടുത്തത് ത, അലിഫ്. അടുത്തത് യാ, അലിഫ്. സ, അലിഫ്. ബാ, സീന്. അടുത്തത് യാ, സീന്. ഇനി സീന് എന്നുള്ളത് ഗ്രീനിലായിരിക്കും. ഇനി ആറാമത്തെ വരി നോക്ക്, നൂന്, സീന്. ത, സീന്. സ, സീന്. സ, ജീമ്. ത, ഹ. നൂന്, ഹ. യാ, ഹ. ബാ, ജീമ്. യാ, മീമ്. ബാ, മീമ്. നൂന്, മീമ്. ത, മീമ്. അടുത്ത വരി നോക്ക്, സ, മീമ്. ബാ, യാ. സെക്കൻഡ് ലാസ്റ്റ് വരിക കേട്ടോ. യാ, നൂന്, യാ. ത, സ, യാ. ലാസ്റ്റ് വരി നോക്ക്, നൂന്, ബാ, ലാമ്.
താ നൂന് ലാമ് ബാ യാ ലാമ് താ യാ താ ലാമ് സാ സാ ലാമ് നൂന് ബ നൂന്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിയും. അപ്പോൾ ഇതിങ്ങനെ നോക്കാം. അടുത്ത പേജ് ബ നൂന് നൂന് താ യാ നൂന് യാ താ നൂന് സാ സാ നൂന് ജീമ് ഹ ഖ ഹ സാ ഖ ബ ജീമ് താ താ ഹ താ. ഇനി നിങ്ങൾ പോഴ്സാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തൊട്ട് മുമ്പത്തെ അക്ഷരം ഏത് കളറിലാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്നുണ്ട്. ത ഹ ത യാ ജീമ് ബ. മൂന്നാമത്തെ പേര് നോക്ക് ബ ഹ ത ത ഹ ബ ത യാ ഹ ത ഹ നൂന് ത ഹ. അടുത്ത് യാ ഹ ബ ബ ഹ അലിഫ് ബ ഹ മീമ് ദാല്. അഞ്ചാമത്തെ പേര് നോക്ക് ദാ ജീമ് ദാല് ഖ ദാ റാ സാ ജീമ് റാ. അടുത്ത പേര് ഖ സാ റാ സാ യാ റാ താ സാ സീന്. അടുത്ത പേര് ഷീന് സീന് ലാമ് ഷീന് ലാമ് സ്വാദ് ലാദ് ത്വാ. അടുത്ത പേര് ലാ സ്വാദ് ബ ത്വാ ബ ലാദ് അലിഫ് ലാ അലിഫ് ഐന്. അടുത്ത പേര് ഗൈന് ഹംസ ഐന് സ ഗൈന് റാ സ്വാദ് ഐന് ലാദ് ഗൈന്. ലാസ്റ്റ് വരി ബ ഐന് ദാല് ത ഗൈന് ദ അലിഫും ഹംസയും ആ വാവും ഹംസയും യാവും ഹംസയും ഫ ഖാഫ് വാവ് ഖാഫ് വാവ് ഫ വാവ് ഫ ഖാഫ് ലാമ്. അടുത്ത വരി ഖാഫ് ഫ ലാമ് യാ ഫ മീമ് മീമ് ഹ മീമ്. അടുത്ത വരി ലാമ് മീമ് ത മീമ് ത മീമ് ത. അപ്പോൾ ഇത് നിങ്ങൾ പോസാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എളുപ്പമുണ്ട്, നോക്കി മനസ്സിലാക്കാനും വഴികൾ പറഞ്ഞു തന്നു ഞാൻ. ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.